ഈ സെബിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥി വിജയിയായിരുന്ന അഖിൽ മാരാർ പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കുറച്ച് ആരോപണങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിൽ അദ്ദേഹം പറഞ്ഞൊരു അഖിൽ മാരാർ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഗ് ബോസിന് വോട്ടിംഗിൽ കള്ളം കാണിക്കുന്നു, പലതരത്തിലുള്ള ആളുകളെ കയറ്റുന്നതിൽ പണം വാങ്ങി കയറ്റുന്ന ആളുകളുണ്ട്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് ബിഗ് ബോസിൽ എന്ന്. ചേച്ചി ആ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ? ആരോപണത്തിന് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ എനിക്ക് പറയാനുള്ളത്. അത് അഖിൽ മാരാറുടെ പേഴ്സണൽ അറിയുന്ന കാര്യങ്ങളും അനുഭവങ്ങളുമാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. അതെനിക്കറിയില്ല, എനിക്ക് അഖിൽ മാരാറിനെ അറിയില്ല. ഞാനിപ്പം ഈ പറഞ്ഞ കണക്ക് ഈ ആൾക്കാരിപ്പം വീഡിയോസൊക്കെ അഖില് പറഞ്ഞതൊക്കെ ഷെയർ ചെയ്തപ്പോഴാണ് ഞാനത് കാണുന്നത്. അത് അഖിലിനറിയാവുന്ന, അഖിലിന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഖിൽ അത് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് അഖിലിനല്ലേ അറിയുള്ളൂ. ഞാൻ ബിഗ് ബോസ് ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഞാൻ ഈ ഓഡീഷനൊക്കെ കടന്നു വന്ന ഒരാളാണ്. അപ്പം എനിക്ക് അനുഭവപ്പെട്ടത് എനിക്കവിടെ പറയാൻ പറ്റൂ, എനിക്കിവിടെ പറയാൻ പറ്റൂ. എന്നെ സംബന്ധിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഓഡീഷനിലാണ് ഞാൻ പങ്കെടുത്തത്. എൻ്റെ അടുത്ത് വളരെ കറക്റ്റായിട്ടാണ് അവർ കാര്യങ്ങൾ ചോദിച്ചതും എടുത്തതും. എന്നോട് ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങോട്ടാണ് ഷോയ്ക്ക് എനിക്ക് ഇത്ര രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നോട് അതിൻ്റെ ഷെയർ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്നോട് ഈ പറഞ്ഞിടയ്ക്ക് എന്നെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നിട്ടില്ല വേറൊരു തരത്തിലും. അപ്പം എനിക്ക് എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റൂ, വേറൊരാളുടെ അനുഭവം എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. എന്നോട് ആരും മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അകത്ത് കയറി കഴിഞ്ഞ് ഞാൻ 10-27 ദിവസം നിന്നൊരാളാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി കണ്ടസ്റ്റന്റും അവരോട് ഇങ്ങനെ എന്താ പറയുക, ബിഗ് ബോസിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായ തരത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വന്നതെന്നോ എൻ്റെ അടുത്ത് അതിനകത്തുള്ള ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, ഇതിനെപ്പറ്റി അറിയില്ല. ചേച്ചി, ഈ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ ഇതിന് മുൻപ് നടത്തിയ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണമാണ് കൃത്യമായും അഖിൽ മാരാർ ഉന്നയിച്ചെന്ന് ചേച്ചി കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. തീർച്ചയായിട്ടും അത് വീഡിയോ കണ്ടു ഞാൻ. അതെ, അപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഷോയിൽ തന്നെ മത്സരാർത്ഥികളായിരുന്ന ഒരുപാട് സ്ത്രീകളും രംഗത്ത് വന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ ചേച്ചിയോട് ആരെങ്കിലും ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ ഒരു ആരോപണം വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ചേച്ചിയോട് പ്രതികരണം തേടിയിട്ടുണ്ടാകും. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിരുന്നു, സഹ മത്സരാർത്ഥികളോ അല്ലെങ്കിൽ അതിന് മുൻപ് ഒരുമിച്ച് വർക്ക് ചെയ്ത സഹപ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞു ഇത്തരത്തിലൊരു കാസ്റ്റിംഗ് കൗച്ച് ബിഗ് ബോസിലും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഷോയിലും അത്തരത്തിൽ നേരിടേണ്ടി വന്ന ആരെങ്കിലും ഉണ്ട് എന്നൊരു അഭിപ്രായം ചേച്ചി കേട്ടിരുന്നോ? ആരെങ്കിലും പറഞ്ഞിരുന്നു? ഉറപ്പായിട്ടും ഇല്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പേഴ്സണലി അറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്തും പറയാൻ പറ്റത്തില്ല, സപ്പോർട്ട് ഇല്ലാതെയും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റൂ, എൻ്റെ കാര്യമേ പറയാൻ പറ്റൂ. എന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ വിളിച്ചു, ഓഡിഷൻ നടത്തി, എൻ്റെ കാര്യങ്ങൾ കറക്റ്റാണ്, എന്നോട് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് കറക്റ്റാണ് ഞാൻ ആൻസർ കൊടുത്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ബിഗ് ബോസിൽ കയറുന്നതിനൊരു 2 വീക്സ് ആ സമയത്ത് എന്നെ കൺഫേം പോലും എന്നോട് പറയുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് കൺഫർമേഷൻ പോലും കൺഫേംഡ് ആണെന്ന് പോലും എന്നോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ എനിക്ക് പ്രിപ്പറേഷൻ ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ പൊതുവെ സ്ത്രീകൾക്കെതിരായ ഒരു ആരോപണമായിട്ടാണ് പുറത്ത് അഖിൽ മാരാർ പറഞ്ഞതിനെ വിലയിരുത്തപ്പെടുന്നത്. അതിനോടുള്ള ചേച്ചിയുടെ പ്രതികരണം എന്താണ്, ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ അവിടെ പോയ ഒരാളെന്ന നിലയിൽ? അല്ല, അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലല്ലോ അഖിൽ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് അസത്യമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ബിഗ് ബോസിൽ പോയ ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം മാത്രമേ ഇതിൽ പറയാൻ പറ്റൂ. എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് പറയാനില്ല, കാരണം എനിക്കറിയില്ല ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്കത് അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ സിനിമയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് സിനിമയിലുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മേഖലയിലും ഇതൊക്കെ ഉണ്ട്. ഒരാൾ നമ്മളെ എന്താ പറയുക, ലഞ്ച് കഴിക്കാനോ ഡിന്നർ കഴിക്കാനോ വിളിച്ചാൽ പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആരും നമ്മളെ പിടിച്ചു വലിച്ച് എവിടെയും കൊണ്ടുപോയില്ല. ഇത് ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത്. നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ മാത്രമേ ഒരു ഡിന്നറിനും ലഞ്ചിനും പോകാൻ പറ്റൂ. അല്ലാതെ ഒരാൾക്ക് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് സ്വയമേ ഒരു സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റി ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഈ വളർന്നു വരുന്ന ഈ ജനറേഷനിലെ എല്ലാ പെൺകുട്ടികളും സ്വയമേ ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക. ആരും നമ്മളോട് വന്നിട്ട് ഒന്നും പറയാൻ നിൽക്കത്തില്ല, അത്രേ ഉള്ളൂ.